നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് മുന്നറിയിപ്പ് നൽകി പറവൂർ ഫൊറോന അൽമായ വൈദിക കൺവെൻഷൻ. ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു കൺവെൻഷൻ. ക്ഷീര കർഷകരുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമയുടെ മിൽമ ഷോപ്പി മന്നം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആലുവയിൽ നടന്നു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് മുന്നറിയിപ്പ് നൽകി പറവൂർ ഫൊറോന അൽമായ വൈദിക കൺവെൻഷൻ. ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു കൺവെൻഷൻ. അങ്കമാലി എറണാകുളം അതിരൂപതയിലെ കുർബാന വിഷയത്തിൽ വൈദികരുമായി നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഫോർമുലയ്ക്ക് വിരുദ്ധമായി ഇടവകളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത സർക്കുലർ തള്ളിക്കളയുന്നുവെന്നും പറവൂർ ഫൊറോനയിലെ എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്നും പ്രഖ്യാപിച്ചാണ് പറവൂർ ഫൊറോന അൽമായ വൈദിക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തുരുത്തിപ്പുറം സെന്റ് ലൂയിസ് ചർച്ചിൽ നിന്നും പ്രകടനമായാണ് അൽമായർ സെന്റ് ലൂയിസ് ഹാളിലേക്ക് എത്തിയത്. ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തടക്കമുള്ള സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളും വിശ്വാസികൾ ഉയർത്തി. തുടർന്ന് നടന്ന കൺവെൻഷൻ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. പറയുന്നത് വീണ്ടും ഈ ഇടവകകളിൽ കലാപത്തിന്റെ അഗ്നി കോരിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ സർക്കുലർ ഈ സിനഡാനന്ദ കുറിപ്പ് സഹായിക്കുകയുള്ളൂ. കാരണം ഇനിയും ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞു അവരതിന് പറഞ്ഞിരിക്കണെന്നറിയോ? അതെന്തിനാ? നിങ്ങൾക്ക് ഈ ഏകീകൃത കുർബാനയിൽ ഒരു പരിശീലനം ആവശ്യമുണ്ട്, കാറ്റക്കീസിസ്. അപ്പം അതിനുള്ള ഒരു സമയമായിട്ടാണിത്. എന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ നമ്മളെങ്ങാനും ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും ഒരെണ്ണം ചൊല്ലിയാൽ ഓഗസ്റ്റിൽ സിനഡിൽ വരുമ്പോൾ അവർ പറയും കാറ്റക്കീസിസ് അവസാനിച്ചു, എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ഒരെണ്ണെങ്കിലും ചൊല്ലി എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ കുർബാനയും ഏകീകൃതമായിരിക്കണം എന്ന് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു തട്ടിപ്പാണത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തട്ടിപ്പുകൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മൾ വഞ്ചന എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ് ഈ മാർപ്പാപ്പ പറഞ്ഞിട്ട് നമ്മുടെ സിനഡ് ചെയ്യാത്തത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു നമ്മുടെ ഒരു കാര്യം മാത്രം മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞു, ഇനി എന്റെ പുറത്തേക്ക് കയറണ്ട, നിങ്ങളുടെ സിനഡായി, നിങ്ങളുടെ സിനഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് ശുദ്ധമായിട്ടുള്ളൊരു ചതിപ്രയോഗങ്ങളാണ്. കഴിഞ്ഞ 100 വർഷമായി എറണാകുളം രൂപതയോട്, എറണാകുളം അങ്കമാലി രൂപതയോട് കാണിക്കുന്ന ഒരു വലിയ ചതിയാണെന്ന് ഓർക്കണം. ഈ ചതിക്ക് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ക്രിസ്തു സത്യമാണ്, ക്രിസ്തു നീതിയാണ്, ക്രിസ്തു ധാർമ്മികതയാണ്. സത്യവും ധാർമ്മികതയും ഇല്ലാതെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുസരണം, എന്തനുസരണം? ദയവ് ചെയ്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അനുസരണം വിലയേക്കാൾ ശ്രേഷ്ഠം. പ്രിയമുള്ളവർ, ദയവ് ചെയ്ത് വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് അല്പം പഠിക്കുക. 1 സാമുവേൽ അധ്യായം 11 എഴുതിയെടുത്ത മിനിറ്റ്സേ ഉള്ളൂ. ഇതൊന്ന് നോക്കുക, ഇത് എന്തായി നടക്കണേ? ഇവർക്ക് ഒരു നിയമവും ബാധകമല്ലേ? ഇവർക്ക് ഒരു നിയമവും ബാധകം, കാലങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ കുറച്ച് പേർ തീരുമാനിക്കുന്നത് തീരുമാനമാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലക്ഷോപലക്ഷം വിശ്വാസികളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കാകുമോ? ആകുമോ? ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടായി സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടണം. പോരാട്ടം വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശക്തി തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഫൊറോന കൺവീനർ പ്രകാശ് P. ജോൺ അധ്യക്ഷത വഹിച്ചു. അതിരൂപത സെക്രട്ടറി PP. ജെറാർഡ് വിഷയാവതരണം നടത്തി. ആലഞ്ചേരി പിതാവ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോഴും മൗണ്ടിൽ തന്നെ, മ്യൂസിയത്തിലും മാത്രമുള്ളൂ.
കാരണം ഒരു മ്യൂസിയത്തിൽ വെക്കാൻ കൊള്ളാവുന്ന ഒരു ഒന്നാന്തര സാധനത്ത് ഒരു സഭയെ എങ്ങനെ തകർക്കാമെന്നും ഒരു സഭയിൽ എന്തൊക്കെ നശിപ്പിക്കാമെന്നും ഒരു അതിരൂപതയെ എങ്ങനെ നശിപ്പിക്കാമെന്നും ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ആ തലയുണ്ടല്ലോ, അത് മ്യൂസിയത്തിൽ തന്നെ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് ആ മ്യൂസിയത്തിൽ തന്നെ അടക്കണം, വന്നവർക്ക് മനസ്സിലാക്കാൻ. എന്തിനാണെന്നറിയാമോ? ഇവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. സീറോ മലബാർ സഭയെ സമാധാനത്തിലും ശാന്തിയിലും പുരോഗതിയിലേക്കും വളർന്ന സീറോ മലബാർ സഭയെ അധപതനത്തിലേക്കും വിഭാഗത്തിലേക്കും നാശത്തിലേക്കും നയിച്ച ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ കാണ്. ആ ജീവിതം ഒന്നും സഭയ്ക്ക് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ജീവിതം കൊണ്ട് സഭ നാശത്തിന്റെ പടുകുടിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നവിടെ എഴുതി വെക്കണം. അപ്പൊ അതുകൊണ്ട് ഇടുക്കിയിലും കാഞ്ഞിരപ്പള്ളിയിലും പാലയിലും ഒക്കെ ഇരിക്കുന്ന പള്ളികളിലെ അച്ഛന്മാരെ, നിങ്ങൾ അതൊന്നും കാട്ടി ഞങ്ങളെ പഠിപ്പിക്കണ്ട. അവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ കുറിയില്ലെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കും. തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുറി ഞങ്ങൾക്ക് വേണ്ടേ? ഈ കല്ലായ കൂതറകളുടെ തിരികെ ഈ കുറി ആർക്ക് വേണം? നമുക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ അത് തന്നെ. ഫാദർ അജി പുതിയ പറമ്പിൽ, ഫാദർ ടോം മുള്ളംചിറ, അൽമായ മുന്നേറ്റം ഭാരവാഹികളായ അഗസ്റ്റിൻ കോലഞ്ചേരി, സോജൻ വടക്കഞ്ചേരി, ഡോക്ടർ ജിയോ ബേബി, MC പോളി, ബൈജു പൗലോസ്, സുമി കോട്ടകൽ, റീന നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഫൊറോനയിലെ 23 പള്ളികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ക്ഷീര കർഷകരുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമയുടെ മിൽമ ഷോപ്പി മന്നം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദനും സിനി ആർട്ടിസ്റ്റ് സുധീർ പറവൂരും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. നറുംപാലിന്റെ സ്വാദിഷ്ടമായ രുചിഭേദങ്ങളുടെ കലവറ ഒരുക്കിയാണ് ക്ഷീരകർഷകരുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമയുടെ മിൽമ ഷോപ്പി മന്നം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മിൽമ ഉൽപ്പന്നങ്ങളായ പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ്, പേട, ഐസ്ക്രീം, പനീർ തുടങ്ങി എല്ലാ മിൽമ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദനും സിനി ആർട്ടിസ്റ്റ് സുധീർ പറവൂരും ചേർന്ന മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് പറവൂർ ക്ഷീരവികസന ഓഫീസർ MB സുനിൽകുമാർ നിർവഹിച്ചു. മന്നം ക്ഷീരോത്പാദക സഹകരണ സംഘം അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റ് AK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സലാം നൊച്ചിലകത്ത് സ്വാഗതം പറഞ്ഞു. ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ, മന്നം സഹകരണ ബാങ്ക് പ്രസിഡന്റ് L ആദർശ്, കോട്ടിവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീജ വിജു, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത ബാലൻ, S പ്രശാന്ത്, സംഘം ഭരണസമിതി അംഗം CG ജനകൻ തുടങ്ങിയവർ സംസാരിച്ചു. നറുംപാലിൻ്റെ സ്വാദിഷ്ടമായ രുചിഭേദങ്ങളെ നമ്മുടെ നാട്ടുകാരെ അറിയിക്കാൻ ഇനി മുതൽ ഇവിടെ ഒരു കലവറ കൂടി ആരംഭിക്കുകയാണ്. ക്ഷീരത്തിൻ്റെ അല്ലെങ്കിൽ പാലിൻ്റെ പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ സ്ഥാപനത്തിലൂടെ കിട്ടാൻ പോവുകയാണ്. നമുക്കറിയാം, മിൽമ എന്ന സ്ഥാപനത്തിലൂടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും വകഭേദമന്യേ ഈ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുവരുന്നുണ്ട്. എത്ര ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. പലർക്കും ഇന്നും കാണാക്കനിയാണ് ഇതെല്ലാം. പക്ഷേ നമ്മുടെ ഗ്രാമത്തിലെ ഈ വാർഡിൽ ഈ സ്ഥാപനം വരുന്നതോടുകൂടി ഈ മിൽമയിലൂടെ ലഭിക്കുന്ന നാനാവിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഈ ഷോപ്പ് വഴി നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇതിനാവശ്യമായ സഹകരണങ്ങളെല്ലാം ഈ സംഘത്തിന് നമ്മുടെ മിൽമയുടെ ചെയർമാൻ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആലുവയിൽ നടന്നു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് സംരംഭകരെയും തൊഴിലാളികളെയും അവശ്യ സർവീസായി പരിഗണിച്ച് IT ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും ഹരിതകർമ്മസേന ഈടാക്കുന്ന യൂസേഴ്സ് ഫീസിൽ നിന്നും ഒഴിവാക്കണമെന്നും ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആലുവ YMCA ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ശ്രീ ശാന്തകുമാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് അഷറഫ് പെരുമ്പാവൂർ അധ്യക്ഷനായി. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അൻവർ അലി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KG സൽമ ഭായി, ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട്,
BJP ദേശീയ സമിതി അംഗം PM വേലായുധൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ജില്ലാ സെക്രട്ടറി ഷിബുരാജ് പെരുമ്പാവൂർ, ട്രഷറർ നിമ്മി നിർമ്മല, ആലുവ മേഖലാ പ്രസിഡന്റ് TK ശാന്തകുമാർ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ സർവീസുകളെക്കുറിച്ച് ക്ലാസുമുണ്ടായിരുന്നു. കേരളത്തില് 10,000-കണക്കിന് വരുന്ന ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പ്രതികരിക്കുന്ന സംഘടനയാണ് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലായി 10,000-ലധികം അംഗങ്ങളുമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. ഈ സംഘടന നാളിതുവരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തു നൽകിയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കും ജോലിക്കാർക്കും എല്ലാം തന്നെ ഗവൺമെൻറ് IT ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യം ചെയ്തു നൽകണമെന്നും അതോടൊപ്പം അതിൻ്റെ ഭരണഘടന സുതാര്യമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കണമെന്നും ഈ സംഘടന ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഈ സ്ഥാപനങ്ങൾ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്നും ഈ സംഘടന ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ചേന്നമംഗലം സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. വലിയപല്ലം തുരുത്ത് പോട്ടശ്ശേരി വീട്ടിൽ ജിഷ്ണുവാണ് പിടിയിലായത്. ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ വലിയപല്ലം തുരുത്ത് പോട്ടശ്ശേരി വീട്ടിൽ ജിഷ്ണു പിടിയിലായി. 2023 ഒക്ടോബർ മുതൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും കരിമ്പാടം ശാഖയിലുമായി 15 തവണ ഇയാൾ മുക്കുപണ്ടം പണയപ്പെടുത്തി 7,76,000 രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തി. ശനിയാഴ്ച ഉച്ചയോടെ ബാങ്കിന്റെ പാലയിനടയിലുള്ള ഹെഡ് ഓഫീസിൽ പണയം വയ്ക്കാനെത്തിയ ഇയാൾ സ്വർണം ജീവനക്കാരനെ ഏൽപ്പിച്ചു. പണയം വയ്ക്കുന്ന നടപടികൾ പൂർത്തിയായ സമയത്ത് ജീവനക്കാരൻ സംശയം തോന്നിയതിനെ തുടർന്നാണ് ബാങ്ക് സെക്രട്ടറിക്ക് സ്വർണം കൈമാറിയത്. തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. ബാങ്ക് വടക്കേക്കര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പാരഡി ഗാനങ്ങളിലൂടെ കാണികളുടെ മനം നിറച്ച് സുധീർ പറവൂർ. മന്നത്ത് മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് സുധീർ തന്റെ ജനപ്രിയ ഐറ്റങ്ങളുമായി സദസ്സിനെ കയ്യിലെടുത്തത്. തോട്ടിലെ പാണൻ പള്ളത്തിയെ ലോകം മലയാളികൾക്കിടയിലെത്തിച്ച സുധീർ പറവൂർ വൈറലായ പാണൻ പള്ളത്തിയുടെ പിറവിയെക്കുറിച്ച് പറഞ്ഞാണ് കാണികളെ കയ്യിലെടുത്തത്. മന്നം ക്ഷീരോത്പാദക സഹകരണ സംഘം ആരംഭിച്ച മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് നാട്ടുകാരൻ കൂടിയായ സുധീർ പാട്ടിന്റെ വഴികളിലേക്ക് കാണികളെ കൊണ്ടുപോയത്. സുരചേട്ടൻ്റെ അനിയൻ രഞ്ജൻ ചേട്ടനാണ് എന്നെ ബാലസംഘം പരിപാടിയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അന്ന് നാട്ടിൻപുറത്ത് അത്യാവശ്യം വെള്ളിയൊക്കെ ഇട്ട് പാടുന്ന ഒരു ഗായകനായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ബാലസംഘം പരിപാടിയിൽ കൊണ്ടുപോയി ചേർത്തിട്ട് എഴുക്കരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേർത്ത് പിന്നെ അവിടെയാണ് കുറേ പിള്ളേരെ കൂടി തെരുവ് നാടകങ്ങളും പാട്ടൊക്കെ ആയിട്ട് പോയി. പിന്നീട് അങ്ങനെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് മിമിക്രിയിലായിട്ട് കിടന്നിട്ട് ഒത്തിരി കലാകാരന്മാരുടെ പിൽക്കാലത്ത് എനിക്ക് നല്ല നല്ല ഒരുപാട് സ്റ്റാറുകളുടെ കൂടെ എല്ലാം വിദേശ പരിപാടികൾക്കൊക്കെ പോകാനും പറ്റി. ഇപ്പം ഈ ഒരു സമയത്താണ് ഒരു 10-28 വർഷത്തോളം ഞാൻ ഈ പരിപാടിയിൽ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എൻ്റേതായിട്ടുള്ള ചില പെർഫോമൻസുകൾ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചത്. അത് പിഷാരടിയാണ് എന്നെ പൊക്കിയെടുത്തത്. കൊറോണ സമയത്താണ് കേശവമാമൻ എന്ന് പറഞ്ഞൊരു പരിപാടി വൺസ് അപ്പോൺ എ ടൈമിൽ തുടങ്ങിയതും. പാരഡി പാട്ട് നമുക്കറിയാം, വി ഡി രാജപ്പൻ സാറിന് ആദർശക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് പാടിയ ഒരു സ്ഥലത്ത് നിന്നും പിന്നീട് ഇപ്പോഴത്തെ തലമുറക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാനും സാധിച്ചു. സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാപ്രിദന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൽ യദുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരെ വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ. രോഗം
രോഗം വയറിനുള്ളിൽ കളകളനാദം നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു